നെല്ലിപ്പുഴയിലാണല്ലോ നമ്മൾ കളിച്ചു വളർന്നത്. അതുപോലെ എനിക്ക് ഒരു 5 വയസ്സുള്ള മുതലേ നമ്മൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്നൊക്കെ അനുമതി കിട്ടിയ മുതൽ തന്നെ പുഴയിലിറങ്ങുമ്പോൾ പിന്നെ നമ്മളെ ശനി ഞാറൊക്കെ ഫുൾ ടൈം പുഴയിൽ തന്നെയാണ്. മണ്ണാർക്കാടിന്റെ സ്വന്തം കലാകാരൻ മുക്കണ്ണം മോഹൻദാസിനാണ് മികച്ച കലാസംവിധായകനുള്ള ഇത്തവണത്തെ ചലച്ചിത്ര പുരസ്കാരം. നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ മോഹൻദാസിനെ ആദരിക്കാനായി വീട്ടിലെത്തിയതിനു പിന്നിൽ ഒട്ടേറെ കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം മോഹൻദാസിന് നെല്ലിപ്പുഴയോടുള്ള വൈകാരിക ബന്ധം തന്നെയാണ്. പുഴ മാലിന്യത്തോടായി മാറുന്നുവെന്നാണ് മോഹൻദാസിൻ്റെയും പരിഭവം. ഞാന് ഇപ്പൊ ഈ ഒരു വർഷത്തിലെ പോവാത്തുള്ളൂ. ഇവനെ കൊണ്ട് പുഴയ്ക്ക് പോകും ഞാൻ. ഇവനും ഇവിടുത്തെ പിള്ളേരെ ഇവന്റെ കമ്പനിക്കാരെ കൊണ്ട് പോയപ്പോ പിന്നെ അവർക്ക് കളിക്കാൻ വേണ്ടിട്ട് അവിടെ പോയിരിക്കും ഞാൻ പറയുന്നത്. പിന്നെ അന്നത്തെ ഇന്നത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് കുറച്ചും കൂടി വൃത്തി ഉണ്ടായിരുന്നു പുഴയ്ക്ക്. കുറച്ചും കൂടി വൃത്തിഹീനമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പുഴയുടെ ഷേപ്പ് മാറിയിട്ടുണ്ട്. പുഴയുടെ ഷേപ്പ് മാറിയിട്ട് മുൻപ് പുഴയുടെ ഷേപ്പായിരുന്നു, ഇപ്പം ഒരു തോടിന്റെ രീതിയിലായി മാറിയിട്ടുണ്ട്. മാലിന്യ പ്രശ്നം നല്ലോണ്ട് സംഭവിച്ചത്. നമ്മളിപ്പോ ഇവിടെ ഒരു തടയണയുണ്ട്. ആ തടയണയുടെ മുകൾ ഭാഗത്തൊക്കെ എപ്പോഴും മറ്റേ ചെറിയ ഗ്യാപ്പിലൂടെ വെള്ളം പോകുന്ന അവിടെ ഫുള്ള് കുപ്പികളും സാധനങ്ങളൊക്കെ വന്ന് അടികളും വേസ്റ്റേജ് പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മളെ ഇപ്പം ടൗണിൽ നിന്നൊക്കെയുള്ള വരുന്നതല്ലേ. തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യാന്നുള്ളത്. എന്താണെന്നറിയോ, അത് ശരിക്കും എഴുത്തുകാരുടെ ഇതാണല്ലോ. ഇപ്പം ഒരു പുഴയുടെ ഒരു സാധ്യത വരുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ആലോചിക്കുന്നത് അതെ അതനുസരിച്ചിരിക്കും. ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ആദ്യം പുഴ നടത്തം, സമീപത്തെ വിദ്യാലയങ്ങളും പരിസരത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരും സാംസ്കാരിക നായകരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം നെല്ലിപ്പുഴയുടെ ഉത്ഭവം മുതൽ നെല്ലിപ്പുഴയുടെ അവസാനം വരെ, അതായത് നെല്ലിപ്പുഴ ചൂരിയോട് പുഴയിൽ ലയിക്കുന്ന മോദിക്കൽ എന്ന പ്രദേശം വരെ വിവിധ സംഘടനകളും കുട്ടികളും പ്രമുഖ വ്യക്തികൾ എല്ലാവരും കൂടിച്ചേർന്ന് പുഴയിലൂടെ നടന്നുപോയി ആദ്യത്തെ പുഴ നടത്തം പൂർത്തീകരിച്ചു. അതിനുശേഷം നിരവധി പുഴയുടെ റിവർ പാർലമെന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൊറ്റശ്ശേരി ഹൈസ്കൂൾ, DHS, അതേപോലെ MES കലടി കോളേജ് തുടങ്ങിയ വിദ്യാർത്ഥികൾ ഇവിടെ വിദ്യാലയങ്ങളിലെയും കലാലയങ്ങളിലെയും വിദ്യാർത്ഥികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റായിട്ടാണ് നെല്ലിപ്പുഴ സംരക്ഷണ സമിതി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി ഒരു ഗ്രന്ഥരചന കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. നെല്ലിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് ശ്രീ മോഹൻദാസ് അവർകൾ. നെല്ലിപ്പുഴയുടെ തൊട്ട് തീരത്തുള്ള മുക്കണ്ണം ഭാഗത്ത് താമസിക്കുന്ന അദ്ദേഹം നെല്ലിപ്പുഴയുമായിട്ട് വളരെയധികം ചെറുപ്പകാലം മുതൽ തന്നെ വൈകാരിക ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു പ്രവർത്തകനാണ്, സിനിമാ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ആർട്ട് ഡിറക്ഷൻ, കലാസംവിധാനത്തിനുള്ള അവാർഡാണ് ഈ വർഷം നേടിയിരിക്കുന്നത്. മോഹൻദാസ് അവറുകളുടെ പത്നി പ്രിയങ്കരിയായ രജിത മേഡം നല്ല ഒരു കലാകാരിയാണ്. ക്ലാസിക്കൽ നൃത്തരംഗത്ത് അറിയപ്പെട്ട പ്രതിഭ കൂടിയാണ്. മണ്ണാർക്കാട്ടെ ധാരാളം കുട്ടികൾക്ക് നൃത്തത്തിൽ അവർ പരിശീലനം നൽകുന്ന ഒരു പ്രമുഖ കലാകാരി കൂടിയാണ് ശ്രീമതി രജിത. അവരുടെ പ്രവർത്തനങ്ങളും തുടർന്നും ഈ നെല്ലിപ്പുഴ സംരക്ഷണ സമിതിക്ക് ഉണ്ടാവും എന്നവർ ഞങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ഇരുവരും ഞങ്ങളുടെ മണ്ണാർക്കാടിന്റെ അഭിമാനമാണ്. തുടർന്നും നെല്ലിപ്പുഴ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ ഉജ്ജ്വലമായി തന്നെ മുന്നോട്ട് പോകും.